നമ്മുടെ സർവീസിൽ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്, മെന്നാണിത്. ഇപ്പൊ നമ്മള് വുമൻസ് തന്നെ വന്നിട്ട് ഇപ്പോ 2 വർഷത്തേക്ക് ആവുന്നുള്ളൂ വുമൻസ് സർവീസിൽ വന്നിട്ട് ഫോഴ്സിൽ. അതിനകത്ത് തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത 17 പേരാണ് ഇപ്പോൾ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കുന്നത്. അവര് സെപ്പറേറ്റ് ഗാനറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു സെറ്റാണ് നമ്മൾ ഡൈവിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് സെറ്റ് ചെയ്തിട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു ഡിങ്കി സ്കൂബ വാൻ ഉണ്ടാകും, ഒരു ക്രൂ ഉണ്ടാകും, നമ്മൾ ഡൈവ് ചെയ്തിട്ട് ഇന്ന സ്പോട്ടിൽ പോയിട്ട് എടുക്കാനായിട്ട് ആളെ അല്ലെങ്കിൽ ബോഡി റിക്കവർ ചെയ്യാനായിട്ട് ഒരു ടീമായിട്ടാണ് പോകുന്നത്. നമ്മളെപ്പോഴും ടീം വർക്ക് ആയിരിക്കുമേ. നമ്മൾ പോകുമ്പോഴത്തേനും സ്കൂബ ഡിങ്കി ഉണ്ടാവും, നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ആ വണ്ടി തന്നെ ഉണ്ടാവും. അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യുക. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറ്റ് സ്യൂട്ടാണ്, അതായത് നമ്മുടെ ബൊയാൻസി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്യൂട്ടാണ്. അതിൽ മുങ്ങി പോകില്ല നമ്മള്. പിന്നെ അതുപോലെ തന്നെ ഫുൾ ഫേസ് മാസ്ക്, ഹാഫ് ഫേസ് മാസ്ക്, പിന്നെ സിലിണ്ടർ ഉണ്ട് ഇതിനകത്ത്. 200 ബാർട്സിൽ നിറയ്ക്കുന്ന ഒരു സിലിണ്ടർ ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ടും നമുക്ക് ഓക്സിജൻ വെള്ളത്തിന്റെ അടിയിൽ ഡൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് മെയിൻ ആയിട്ടും ശ്വസിക്കാൻ പറ്റുന്ന ഇത് വെച്ചിട്ടാണ്. അന്തരീക്ഷമർദ്ദാണിത്, അറ്റ്മോസ്ഫിയറിക് എയർ ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ്. നമ്മൾ ഡിങ്കി ബോട്ടിൽ കുറച്ച് ക്രൂ സെറ്റ് ചെയ്തിട്ട് ഇരിപ്പുണ്ടാകും. അപ്പൊ അവര് നമുക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ തരും. നമ്മൾ സാധാരണ ഡൈവ് ചെയ്യുന്നത് അണ്ടർ വാട്ടറിലായിരിക്കുമല്ലോ, ആ സമയത്ത് നമുക്കും കേൾക്കാൻ പറ്റും. ഇതാണ് നമ്മൾ വെക്കുന്ന ഈ ഫുൾ ഫേസ് മാസ്ക് ആണ് ഇത്. 2 പേരായിട്ടാണ് നമ്മൾ ഡൈവ് ചെയ്യുക, ബഡ്ഡി പേരായിട്ട് ഡൈവ് ചെയ്യുക. അണ്ടർ വാട്ടർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലാണ്ട് കേൾക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ഡീപ്പിലായിരിക്കും അല്ലേ. ഡൈവ് ചെയ്യുന്ന ആൾ ഇത് വെക്കുന്നുണ്ടാകും. മുകളിൽ നിന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് താഴത്തേക്ക് അണ്ടർ വാട്ടറിൽ ഇരുന്നുകൊണ്ട് കേൾക്കാനായിട്ട് ഇത് വെച്ച് സാധിക്കും. പിന്നെ ഇത് ഫിന്ന്, നമുക്ക് കൂടുതലായിട്ടും സ്വിം ചെയ്ത് പോകാനായിട്ട്. ഇത് നൈഫ് ഉണ്ടാകും, എന്തെങ്കിലും കുടുങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. യൂണിഫോമിന്റെ ഒരു ഭാഗം തന്നെയാണ്, നമ്മുടെ സ്കൂബ യൂണിഫോമിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. നമ്മൾ ഇത് വെറ്റ്സൂട്ടിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ബൂട്ടി. അതായത് ചിലപ്പോൾ അണ്ടർ വാട്ടർ പോകുമ്പോൾ പ്രഷർ അവിടെ വേരിയേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ പ്രഷർ, അതുപോലെ തന്നെ കോൾഡ് ഒക്കെ വരുമ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ബൂട്ടി. പിന്നെ ഹാഫ് ഫേസ്, ഫുൾ ഫേസ് ഉപയോഗിച്ച് പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ നമുക്ക് ഹാഫ് ഫേസ് ഉപയോഗിക്കാം. ചെറിയ ചില ഡെപ്തിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഹാഫ് ഫേസും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സ്പെയർ എയർ, നമ്മുടെ സിലിണ്ടറിൽ എയർ തീരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുകളിലേക്ക് വരുന്നതായിരിക്കാം. അപ്പൊ പാനിക് ആവേണ്ട കാര്യമില്ല. ഇതിനകത്തുള്ള എയറും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലേക്ക് വരാൻ പറ്റും. പിന്നെ വിഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ടോർച്ച് ഉണ്ട്. ഇത് വാട്ടറിൽ കാണാൻ പറ്റുന്ന ടോർച്ച് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഹുഡ്, ഈ ഹെൽമെറ്റ് ഫുൾ ഫേസ് വെക്കുമ്പോൾ അതിന് ഒരു വെബ് വരുന്നുണ്ട് മുകളിലായിട്ട്. അപ്പൊ അതിനകത്ത് കൂടുതൽ കംഫർട്ടായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഹുഡാണിത്. പിന്നെ ഇതാണ് വെറ്റ് സ്യൂട്ട് മെയിനായിട്ട് വരുന്നത്.